എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പീറ്റർ പാൻ കോളറാണ്. ഒപ്പം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ്? ഞാനിവിടെ ഹൊറിസോണ്ടലായിട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് 8 ഇഞ്ച് വിഡ്ത്ത്, അതായത് മടക്കിയിട്ടിട്ടുള്ള പീസാണ്. 8 ഇഞ്ച് വിഡ്ത്ത് ആണ് കൊടുക്കുന്നത്. 10 ഇഞ്ചാണ് ഞാൻ യോക്കിന് ലെങ്ത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ബാക്കിലെ പീസ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നമ്മൾ വേറെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ തുണി കേട്ടോ. ഒറ്റ പീസിലെ തുണി മടക്കിയിട്ടതാണ്. മടക്കിയിട്ടപ്പോൾ ഉള്ള വിഡ്ത്താണ് 8 ഇഞ്ച്. ഇനി നമ്മൾ 4.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു, 5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തു. 5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 4.5 ഇഞ്ചാണ് കറക്റ്റ് ആം ഹോൾ. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ 1/2 ഇഞ്ചും കൂടി എപ്പോഴും ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ കൂട്ടിയെടുക്കണം. കാരണം 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്യും, അപ്പോൾ 1/2 ഇഞ്ച് കുറയും. അപ്പോൾ 4.5 കറക്റ്റ് നമ്മൾ 4.5 മാർക്ക് ചെയ്താൽ 1/2 ഇഞ്ച് കുറയുമ്പോൾ 4 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് ആം ഹോൾ എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പം നമ്മൾ ഇതേമാതിരി ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാൻ 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. ചെറിയ കുട്ടീൻ്റെ അളവായതുകൊണ്ടാണ് 2.25 കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കുക. പക്ഷേ സാധാരണ എടുക്കണതിനേക്കാളും കുറച്ച് കൂട്ടിയെടുക്കുക. സാധാരണ ഇപ്പോൾ 2 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ ഒരു 2.25 അല്ലെങ്കിൽ 2.5 എടുക്കുക. കാരണം കോളർ കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂട്ടിയെടുക്കുക. എന്നിട്ട് അവിടുന്ന് ഷോൾഡർ സ്ലോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിലെ നെക്കൊന്ന് വരച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെസ്റ്റ് അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ഇഞ്ചാണ്. അതിന് കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യണം. കാരണം മുകളിൽ ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്, താഴത്ത് നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് അര വിട്ടിട്ട് പോകുമ്പോൾ 1 ഇഞ്ച് പോകും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 9 എടുത്താൽ 8 ഇഞ്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 9ൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 10 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷേപ്പ് ആയിട്ട് 5 ഇഞ്ചാണ് വരുന്നത്. ആ 5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ 7 ഇഞ്ച് ഷേപ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊറ്റ പീസേ ഉള്ളൂ കേട്ടോ. ബാക്കിലെ പീസ് മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തത്. ഈ ഫ്രണ്ടിലെ പീസ് വേറെയാണ്. രണ്ടും 2 കട്ടിങ് ആണ് കേട്ടോ, ഒരുമിച്ചല്ല. കട്ട് ചെയ്തിട്ട് നിവർത്തുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മളിത് ബാക്കിലെ പീസാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 10 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് നമ്മൾ ഓപ്പണിങ് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തത് എങ്ങനെയാണ്, നമ്മൾ കറക്റ്റ് മടക്കിയിട്ടിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ്. അതായത് ഇത് നമ്മൾ മടക്കിയിട്ടിട്ടല്ല മാർക്ക് ചെയ്യുന്നത്. 2 പീസ് നമ്മൾ വേറെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക. 4 സെൻറ്റിമീറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച് വരും. 1.5 ഇഞ്ച് 4 സെൻറ്റിമീറ്റർ നമ്മൾ ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് രണ്ടിലേക്കും ഒരേപോലെയാണ് കേട്ടോ. 4 സെൻറ്റിമീറ്റർ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് അവിടുന്ന് പിന്നെ 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈനും കൂടി വരയ്ക്കാം. അങ്ങനെ നമ്മൾ 2 ലൈൻ വരയ്ക്കാം. രണ്ടാമത് നമ്മൾ ഈ വരച്ച ഈ ലൈനിലേക്ക് കറക്റ്റ് നമ്മുടെ ബാക്കിലെ പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പീസ് കറക്റ്റ് മടക്കുക. അതായത് കറക്റ്റ് സെൻറ്റർ നമ്മൾ രണ്ടാമത് വരച്ച ഈ ലൈനിൻ്റെ മുകളിലായിട്ട് വെക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ബാക്ക് പീസിൽ അതേ അളവുകൾ ഇതിലേക്ക് വരയ്ക്കുക. അതായത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത അളവ്, പിന്നെ ആം ഹോളിൻ്റെ അളവ്, സൈഡ്, നെക്ക് വിഡ്ത്തും ഒക്കെ അതേപോലെ നമ്മളിതിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് ഓൾറെഡി 2.25 ഇഞ്ചാണ്, അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബാക്കിലെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അത്ര തന്നെ പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കുഴിച്ച് വരയ്ക്കുകയാണ്. ഇനി ബാക്കിലെ ആം ഹോളാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ആം ഹോളും ഫ്രണ്ടിൽ ആം ഹോളാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉള്ള ആം ഹോളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്നും കൂടി കുഴിച്ച് വരയ്ക്കുകയാണ്, ഉള്ളോട്ടേക്ക് കുഴിച്ച് വരയ്ക്കുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 ലൈൻ വരച്ചല്ലോ, ആ 2 ലൈനും ഉള്ളോട്ടേക്ക്, അതായത് നെക്കിൻ്റെ ഭാഗത്തേക്ക് 2 തുണിയും കൂടി ഒരുമിച്ച് ഉള്ളോട്ടേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ നെക്കും ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും സൈഡും സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ 2 പീസ് ഉള്ളോട്ടേക്ക് ഉണ്ടാവുമെന്ന് മാത്രം. നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും തോനെ ഇങ്ങനെ വരുന്ന നിൽക്കുന്നത് കാണുന്നില്ല നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കറക്റ്റ് നമ്മളെ ഷോൾഡറിൻ്റെ അതേപോലെ. അപ്പോൾ നമുക്ക് അത്രയും വേണ്ട, നമ്മൾ നെക്കിൻ്റെ അതേ ഷേപ്പിൽ അതേ റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഇതേപോലെ നിങ്ങൾക്ക് ബാക്കി പീസ് കട്ട് ചെയ്യാം. നമ്മൾ എക്സ്ട്രാ പീസ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ടിലുള്ള 2 പീസ്.
അപ്പോൾ ഇപ്പം നമ്മൾ ഈ വരച്ചിട്ടുള്ള 2 ലൈനും നമുക്ക് ഉള്ളോട്ടേക്ക് മടങ്ങി പോകാനുള്ളതാണ്. മടങ്ങി പോകുമ്പോൾ കറക്റ്റ് 2.25 നെക്ക് വിഡ്ത്തും 2.5 ഇഞ്ചിൽ നമ്മുടെ സാധാരണ നെക്ക് പോലെ തന്നെ നമുക്ക് കറക്റ്റ് വരും. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്കിലുള്ള പീസ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഈ 2 അളവുകളുണ്ടല്ലോ, അതായത് 2 ലൈൻ, ഒന്ന് 4 സെൻറ്റിമീറ്ററിലും ഒന്ന് 1.5 സെൻറ്റിമീറ്ററിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 4 സെൻറ്റിമീറ്ററിൽ ഉള്ള ലൈന് കറക്റ്റ് ഇതേപോലെ മടക്കി പിടിച്ചിട്ട് നമ്മൾ ഈ 2 പീസും കൂടി ചേർത്തിട്ടൊന്ന് ഒരു കട്ട് കൊടുക്കുക, ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പീസിലല്ലേ അളവുള്ളൂ, മറ്റേ പീസിൽ അളവില്ലല്ലോ. അപ്പോൾ നമുക്ക് എത്രയാണ് മടക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കട്ട് കൊടുക്കുന്നത്. ഈ കാണുന്നത് ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്ക് പീസിൽ നല്ല വശം വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ഷോൾഡർ നമ്മൾ സാധാരണ ജോയിൻ ചെയ്യുന്ന പോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് ജോയിൻ ചെയ്യാം. ഷോൾഡർ നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പീസ്, അതായത് നമ്മളെ ഫ്രണ്ടിലേക്ക് നമ്മളിപ്പോൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഈ പീസ്, അത് ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ആദ്യത്തെ 4 സെൻറ്റിമീറ്ററിലെ ലൈനിൽ കറക്റ്റ് മടക്ക് വരുന്നത് പോലെ മടക്കിയിട്ട് 2 ഭാഗവും ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 4 സെൻറ്റിമീറ്ററിലായിരിക്കണം നമ്മൾ മടക്ക് വരുന്നത്. ബാക്കി 1.5 സെൻറ്റിമീറ്റർ അവിടെ തന്നെ ഉണ്ടാവണം. ബാക്കി ആദ്യത്തെ 4 സെൻറ്റിമീറ്ററിൽ മടക്ക് വരുന്ന പോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മടക്കി എടുത്തപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ട്, അത് കറക്റ്റ് നമ്മളെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഇത്രയും ഭാഗത്താണ് ഇനി നമുക്ക് കോളർ ചെയ്യാനുള്ളത്, പാൻ കോളർ, അതായത് പീറ്റർ പാൻ കോളർ ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ ഞാനൊരു പേസ്റ്റിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീതി ലെങ്ത്തുള്ള പേപ്പർ വേണം. ഇതിപ്പോൾ ചെറിയ കുട്ടീൻ്റെ അളവായതുകൊണ്ട് ഈ ഒരു വീതിയും വലുപ്പം മതി. നമ്മൾ വലിയ ആളുകൾക്ക് ചെയ്യാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വീതിയും വലുപ്പം വേണം എടുക്കാൻ. എന്നിട്ട് നമ്മളിത് ഏത് തുണിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ തുണിയിലൊന്ന് അയൺ ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയൺ ചെയ്തെടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിപ്പം തന്നെ ഇത് അയൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് ഒന്ന് നടുമടക്കാം. കറക്റ്റ് ഇതേപോലെ കറക്റ്റ് സെൻറ്ററാക്കിയിട്ടൊന്ന് മടക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം. ഓപ്പണിംഗ് അല്ലാത്ത ഭാഗത്തു നിന്നാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു 6 സെൻറ്റിമീറ്ററാണ് കോളറിന് കൊടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണ് കോളറിന് വിഡ്ത്ത് കൊടുക്കുക എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കി വെക്കുക. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ കൊടുത്താൽ മതിയാവും. വലിയ ആളുകളാകുമ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ നമ്മളൊരു 1/2 സെൻറ്റിമീറ്റർ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 6.5 സെൻറ്റിമീറ്ററാണ് നമ്മൾ താഴത്ത് നിന്ന് 6.5 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക നല്ല പീസ്, അതായത് നമ്മൾ അടിച്ചു വച്ചിട്ടുള്ള ഫ്രോക്കിൻ്റെ നല്ല തുണി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഫ്രോക്കിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു കട്ട് കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്ക് ഫ്രോക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 6.5 സെൻറ്റിമീറ്റർ നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ലൈനിൽ നമ്മൾ ബാക്ക് പീസ് കറക്റ്റ് വയ്ക്കുക. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ കറക്റ്റായിട്ട് ബാക്ക് പീസ് വയ്ക്കുക. എന്നിട്ട് അവിടെ വേണം നിങ്ങളൊരു പിൻ കുത്തി കൊടുത്തോളൂ. അപ്പോൾ ബാക്ക് പീസ് കറക്റ്റായിട്ട് ആ ലൈനിൽ വരുന്ന രീതിയിൽ വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രണ്ടിലെ പീസ് ചെറുതായിട്ട് നീക്കി ചുളിവില്ലാതെ ചെറുതായിട്ട് നീക്കി ഒരു ആർച്ച് ഷേപ്പ് കിട്ടുന്നത് പോലെ വയ്ക്കുക. ഇതേമാതിരി തന്നെ വെക്കണം. ഇതേമാതിരി വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത്. അതല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് വരെ നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക ബാക്കി, അതായത് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ഇത്രയും പോയിന്റിൽ നിന്ന് നമ്മൾ 6.5 സെൻറ്റിമീറ്റർ ലൈൻ ഇട്ട് കൊടുത്ത് ഇതേ ഷേപ്പ് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേറൊരു സർക്കിളോ ഒരു കർവ് പോലെ വരച്ചെടുക്കുക. ഈ 6.5 സെൻറ്റിമീറ്റർ ഒന്നിച്ച് മാർക്ക് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്റർ ഇതേപോലെ ലൈൻ വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ വരച്ചിട്ട് പിന്നെ 1/2 സെൻറ്റിമീറ്ററിൽ പിന്നെയും വരയ്ക്കുന്നതിനേക്കാളും എളുപ്പം ഒന്നിച്ച് വരയ്ക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സീം അലവൻസും കൂടി ചേർത്തിട്ട് 6.5 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് നിങ്ങളോട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ 6.5 സെൻറ്റിമീറ്ററിൽ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ 1.5 സെൻറ്റിമീറ്ററിൽ വരച്ച ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഈ 2 പോയിൻറ്റും കൂടി ചേർത്തും കൂടി നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ച ആ ലൈനിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്യുക. കാരണം ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് കോളർ ഒരു റൗണ്ട് ഷേപ്പിൽ വരണ്ടേ. അപ്പോൾ നമുക്കൊന്ന് കർവ് ചെയ്യേണ്ട അതിൻ്റെ എഡ്ജ്. അപ്പോൾ അത് കർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ഇതേപോലെ ഉള്ളോട്ടേക്ക് വരയ്ക്കുക. എന്നിട്ട് അടിവശം നമ്മളൊന്ന് കർവ് ചെയ്യാം. ഇനിയിപ്പോൾ 2 സെൻറ്റിമീറ്റർ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2.5 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം. എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു കർവാക്കിയിട്ട് അവിടെ നിന്ന് കൊടുക്കുക.
എന്നിട്ടിപ്പോൾ നമ്മൾ ഈ കർവാക്കി വരച്ച ആ പോയിൻ്റ് ആ ഭാഗം നമുക്ക് തയ്ക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്നും എക്സ്ട്രാ ആയിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യാം. കാരണം ഇപ്പം നമ്മൾ വരച്ചത് ഓൾറെഡി നമുക്ക് 6.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് അടക്കമുള്ള അളവാണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. അപ്പോൾ നമുക്കിനിയിപ്പം ഇതിൻ്റെ എൻഡ് ഭാഗത്ത്, അതായത് നമുക്ക് അവസാനത്തെ ഭാഗത്ത് മടക്കി തയ്ക്കുമ്പോൾ സീം അലവൻസ് വേണ്ടേ, അല്ലെങ്കിൽ അത് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ കറക്റ്റ് നമുക്ക് കോളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിലും തയ്ക്കാനുള്ള ഒരു സീം അലവൻസ് കൂട്ടിയിട്ട് നമ്മൾ 0.5 മാർക്ക് ചെയ്യാം. 2 ലൈനായിട്ട് തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. ആദ്യം 6 സെൻറ്റിമീറ്ററും പിന്നെ 1/2 സെൻറ്റിമീറ്ററും നമുക്ക് സീം അലവൻസും. നേരത്തെ ഞാൻ ഇഞ്ച് എന്നാണ് പറഞ്ഞത്, സോറി, സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, ഇഞ്ചിലല്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഭാഗത്തും നമുക്ക് ഇതേപോലെ 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് വേണം. സോറി, ഇഞ്ചല്ല, സെൻറ്റിമീറ്റർ സീം അലവൻസ് വേണം. പിന്നെ നമുക്ക് നമ്മളിപ്പം മാർക്ക് ചെയ്ത, അതായത് സീം അലവൻസ് മാർക്ക് ചെയ്ത ആ ഭാഗത്തുനിന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാവും നിവർത്തിയാൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു നല്ല തുണി കൂടി വേണം. അതായത് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു പീസും കൂടി വേണം. ഇത് നമുക്ക് അടിച്ചിട്ട് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കോളർ ആയതുകൊണ്ട് 2 വശവും കോളർ പൊങ്ങി പോകുമ്പോൾ നമുക്ക് താഴത്തെ വശവും കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതേ ഷേപ്പിൽ വേറൊരു തുണിയും കൂടി എടുത്തിട്ട് നമുക്ക് ആ തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമുക്ക് ഈ തുണീൻ്റെ നല്ല വശം വയ്ക്കുക. അതായത് നമ്മൾ പയൻ ചെയ്ത തുണീൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ സൈഡിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത സീം അലവൻസ് പ്രകാരം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഉള്ളിൽ സ്റ്റിച്ച് കൊടുക്കരുത്. നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്ത ബാക്കി 3 ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്ത അതേ പേപ്പറിൻ്റെ കറക്റ്റ് അതേ അളവിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നുവെച്ചാൽ ഉള്ളിൽ സ്റ്റിച്ച് വരുന്നത് കാരണം നിങ്ങൾക്ക് പതിച്ചടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ചിലപ്പോൾ എൻഡിലൊന്നും അടിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നിങ്ങൾ പറ്റുന്നത് പോലെ ഇത് 2 ഭാഗത്തേക്കാക്കിയിട്ട് നിവർത്തി പിടിച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. എന്നതിന് ശേഷം മറിച്ചെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തൊരു ഭാഗമുണ്ട്. ആ ഭാഗം കൂടി ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. പതിയെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചത് കൊണ്ടാണ് സ്പീഡിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടി കളയാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ സെൻറ്ററിലൊരു കറക്റ്റ് കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് നമ്മൾ നല്ല തുണീൻ്റെ, അതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നിർത്തിയിട്ട് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇത് 2 സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ എടുത്ത അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 1.5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തില്ല, അതായത് 1.5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കറക്റ്റ് വന്നിട്ട് നിൽക്കും നമ്മുടെ ഈ കോളർ. നമ്മൾ എടുത്തത് കറക്റ്റ് രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ തെറ്റും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 സെൻറ്റിമീറ്ററിൽ മടക്കിയിട്ട് അയൺ ചെയ്തൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗം ഉള്ളോട്ടേക്ക് വരണം നമ്മളെ സ്റ്റിച്ചിങ്ങിൽ. ആ ഭാഗം ഉള്ളോട്ടേക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ വന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, അയച്ചിട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഭാഗം ഉള്ളോട്ടേക്കാണോ വരുന്നതെന്ന് നോക്കിയിട്ട് പതിയെ മെല്ലെ ഇതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ 1 ഇഞ്ച് വിടുത്തുള്ള ഒരു ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഇതേപോലെ ഉള്ളോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം ഇതേ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അപ്പുറത്തെ ഭാഗം എത്തുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് ഇത് തുടക്കത്തിൽ നിന്നേ ചെയ്യണം കേട്ടോ. കാരണം കോളർ വന്ന് നിൽക്കുന്നത് ഒരു 1.5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് കോളർ വന്ന് നിൽക്കുന്നത്. പക്ഷേ ക്രോസ് പീസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറ്റം മുതൽക്കേ ചെയ്യണം. ഒരറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. സാധാരണ ക്രോസ് പീസ് മടക്കി അടിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇതേപോലെ കട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് അടിക്കുക. ഇതേപോലെ കട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ബാക്കിയുള്ള പീസുകളൊന്നും ഇടയിൽ കുടുങ്ങി പോകാൻ പാടില്ല, കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് താഴത്ത് വേറെ പീസൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നത് പോലെ വരുത്തിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചടിക്കുമ്പോൾ ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളർ ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് അളവുകളും കാര്യങ്ങളും എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കോളർ കിട്ടും. ഇത് നമ്മൾ ചെറിയ കുട്ടീൻ്റെ അളവിലാണ് ചെയ്തത്. ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് വലിയ ആളുകളുടെ അളവിൽ ഫോളോ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഈ കോളറിൻ്റെ ഇടയിൽ വരുള്ളൂ. പിന്നെ ഞാൻ ഈ 2 ഭാഗവും ഉള്ളോട്ടേക്ക് മടക്കി വെച്ച ഭാഗം രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ബ്ലൗസിനൊക്കെ കൊടുക്കുന്ന ഹൂക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് പുറമേ ഷോ ബട്ടൺ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല ബട്ടണും
അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഷർട്ടിലൊക്കെ ബട്ടൺസ് കൊടുക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്ത് കാണിച്ചിരാത്തത്. അപ്പം നമ്മൾ ഫുൾ ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ്.